അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ എന്തായാലും BJP ഈ വിഷയം സഭയ്ക്കകത്ത് തന്നെ ഉന്നയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം വരുന്ന നിയമസഭാ സമ്മേളനത്തിനകത്ത് ഉന്നയിക്കുമെന്ന് BB ഗോപകുമാർ തന്നെ ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മറ്റു പ്രതികരണങ്ങൾ BJP നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഗൗതം, നിലവിലെന്തായാലും അത്തരത്തിൽ യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അടുത്ത നിയമസഭ സമ്മേളിക്കുമ്പോൾ ഇക്കാര്യം BB ഗോപകുമാർ, BJPയുടെ നിയമസഭാ കക്ഷി നേതാവായ BB ഗോപകുമാർ തന്നെ ഇക്കാര്യം നിയമസഭയെ അറിയിക്കുമെന്നടക്കമുള്ള കാര്യം തന്നെ അദ്ദേഹം തന്നെ ജനൻ TVയോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഈ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പരാമർശം അദ്ദേഹം നടത്തുമ്പോൾ LDFിലുള്ള MLAമാർ പിന്തുണയ്ക്കുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. പ്രത്യേകിച്ച് ആദ്യം മുതൽക്കേ തന്നെ രഞ്ജിത്ത് അമ്പാടി പറഞ്ഞതുപോലെ മുൻകാലങ്ങളിൽ LDFും UDFും സ്വാഭാവികമായിട്ടും രാജ്യം തന്നെ മുദ്രകുത്തി അല്ലെങ്കിൽ കൊടും ഭീകരനെന്ന് വിധി എഴുതിയ അല്ലെങ്കിൽ ഭീകരനെന്ന് കണക്കാക്കുന്ന ഈ അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടി മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ ഒരു പ്രമേയം തന്നെ ഇവർ LDFും UDFും സ്വമേധയെ തന്നെ ഈ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും ഈ ഒരു അബ്ദുൽ നാസർ മദനിയുടെ വിഷയം നിയമസഭയിൽ വരുമ്പോൾ LDF എന്ത് നിലപാടെടുക്കും, അതോടൊപ്പം തന്നെ UDFിൻ്റെ നിലപാട് എന്തായിരിക്കും എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെ UDFിൻ്റെ തിരുവഞ്ചൂർ ഇപ്പോഴത്തെ നിലവിലത്തെ സ്പീക്കറായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ പരാമർശം നിയമസഭാ രേഖകളിൽ നിന്നും മാറ്റിയത് എന്നടക്കമുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകേണ്ടി വരും. സ്വാഭാവികമായിട്ടും PDPയുടെ സംസ്ഥാന സമിതി അംഗങ്ങളാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയെങ്കിൽ പോലും അതിൻ്റെ വസ്തുത സ്വാഭാവികമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. എന്നാൽ അദ്ദേഹം ഇത്തരത്തിൽ യാതൊരുവിധ പരിശോധനയും നടത്താതെയാണ് നിയമസഭയിൽ നിന്നും അല്ലെങ്കിൽ നിയമസഭാ രേഖകളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ BB ഗോപകുമാറിൻ്റെ പരാമർശം നീക്കിയിരിക്കുന്നതും അതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഇതിന്റെ നിയമസഭാ ചട്ടം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ദിലീപ് വ്യക്തമാണ്. PDP നേതാവും കൊടും ഭീകരനുമായ അബ്ദുൽ നാസർ മദനിക്കെതിരെയുള്ള പരാമർശം സഭാരേഖയിൽ നിന്നും നീക്കം ചെയ്തിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉയരുകയാണ്. നമുക്കറിയാം, മുൻപ് കേരള നിയമസഭയിൽ 140 MLAമാർ ഈ കൊടും ഭീകരനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഒപ്പിട്ട് പ്രമേയം അവതരിപ്പിച്ച സംഭവം ഭാരതത്തിലെമ്പാടും വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, അതേ കൊടും ഭീകരനെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള പരാമർശം ഈ നിയമസഭയ്ക്കുള്ളിൽ നിന്നും ഉയരുന്നു. BJP അതിനെതിരെ രംഗത്തെത്തുന്ന വേളയിൽ BJP MLA നടത്തിയ പരാമർശമാകട്ടെ സഭാരേഖയിൽ നിന്നും വെട്ടിയിരിക്കുകയാണ്. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ കാര്യം BJP നിയമസഭാ കക്ഷി നേതാവിനെ ഒട്ട് അറിയിച്ചിട്ടുമില്ല. ദിലീപ് കുറ്റിച്ചലും രഞ്ജിത്ത് അമ്പാടിയുമാണ് വിശദാംശങ്ങൾ നൽകിയത്.